ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. യുകെയുടെ പല ഭാഗങ്ങളിലും കനത്ത മഴ പെയ്തതോടെ പലയിടങ്ങളിലും വെള്ളപ്പൊക്കം രൂപപ്പെട്ടു. പ്ലീമത്തിൽ പെയ്തിറങ്ങിയ കനത്ത മഴ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാഴ്ത്തി. വിദേശ വിദ്യാർത്ഥികളുടെ ഗ്രാജുവേറ്റ് പോസ്റ്റ് സ്റ്റഡി വിസ ഇല്ലാതാക്കിയാൽ ബ്രിട്ടനിലെ യൂണിവേഴ്സിറ്റികൾ അടച്ചുപൂട്ടുമെന്ന വിലയിരുത്തൽ. വിദേശകാര്യമന്ത്രി ഡേവിഡ് കാമറൂൺ അടക്കം എതിർത്തതോടെ ഋഷി സുനകിന്റെ പദ്ധതിക്കെതിരെ ക്യാബിനറ്റിൽ വിമർശനം. യുകെയിൽ എമർജൻസി വാഹനങ്ങൾക്ക് വഴി കൊടുക്കാനാണെങ്കിലും ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ചാൽ പിഴ ലഭിക്കുമെന്ന് റിപ്പോർട്ട്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിനിയും ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. ഞായറാഴ്ച ഉച്ചയോടെയുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ ഇവരുൾപ്പെടെയുള്ള സംഘത്തെ കാണാതാവുകയായിരുന്നു. ഗസയിൽ അനന്തമായി നീളുന്ന വംശഹത്യയെ ചൊല്ലി ഇസ്രായേൽ മന്ത്രിസഭയിൽ ഭിന്നത രൂക്ഷം. യുദ്ധത്തിനു ശേഷം ഗസയിൽ നടപ്പാക്കേണ്ട ഭാവി പദ്ധതിയിൽ ഉടൻ തീരുമാനമായില്ലെങ്കിൽ രാജിവെക്കുമെന്ന് ഭീഷണി മുഴക്കി പ്രതിരോധ മന്ത്രി ബെന്നി ഗാൻസ് രംഗത്തെത്തി. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസിക്ക് സംഭവിച്ചിരിക്കുന്നത് അപകടം ആശങ്കാജനകം. ഈ ദുഃഖസമയത്ത് ഇന്ത്യ ഇറാൻ ജനതയ്ക്കൊപ്പം നിൽക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക്സഭയിലേക്കുള്ള 5ാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് രാവിലെ 7 മണി മുതൽ ആരംഭിച്ചു. തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അന്തരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രോപൊലീത്ത അത്തനേഷ്യസ് യോഹന്റെ ഭൗതികദേഹം ഇന്ന് തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കും. ഇന്ന് രാവിലെ 9 മണി മുതൽ നാളെ രാവിലെ 9 വരെ ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിലാണ് പൊതുദർശനം. IPL-ൽ രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം മഴ മൂലം ഉപേക്ഷിച്ചു. രാത്രി 10 മണിയോടെ മഴ മാറിയെങ്കിലും മത്സരം 7 ഓവർ വീതമാക്കി വെട്ടിക്കുറച്ച് ടോസ് ഇട്ടെങ്കിലും പിന്നാലെ വീണ്ടും മഴ എത്തിയതോടെ മത്സരം ഒരു പന്ത് പോലും എറിയാതെ മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.